Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു റോസ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റോസ്റ്റ് ആണ് ട്ടോ. നമ്മുടെ ചിക്കൻ റോസ്റ്റ്. പക്ഷേ നമ്മൾ സാധാരണ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് പൊടി വ്യത്യാസങ്ങളൊക്കെ വരുത്തിയാണ് ഈ റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചപ്പാത്തിയുടെയോ അപ്പത്തിന്റെയോ ചോറിന്റെയോ ഏതിന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം ട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഈസി ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ടൊരു 7 സവോള എടുത്തിട്ടുണ്ട്. 7 സവോള എന്ന് പറയുമ്പോൾ ഈ 2-3 സവോള ചെറുതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ വലിപ്പത്തിലുള്ള 6 സവോള എടുക്കുക കേട്ടോ. ഗ്രേവി എത്ര വേണം എന്നുള്ളതനുസരിച്ചാണ് സവോള എടുക്കേണ്ടത്. ഒരു 6 സവോള ഈ വലിപ്പത്തിലുള്ളത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഗ്രേവി ഉണ്ടാവും. പിന്നെ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമ്മൾ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ലെഗ് പീസൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ചിക്കൻ പീസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ പറയുന്നത്. എരിവെള്ള മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് ചേർക്കാം. പുളി കുറവുള്ള തൈരാണെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും എരിവും ആ ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ചു വരാനാണ് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ തൈര് കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം മുഴുവൻ തൈര് ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ തൈര് കൂടി പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. തൈര് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ പാകത്തിന് തൈരുണ്ട്. ഞാൻ ഇനി തൈര് ഇപ്പോൾ ചേർക്കുന്നില്ല. ഇതൊരു അരമണിക്കൂർ മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കുക. കൂടുതൽ സമയം വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. 1-2 മണിക്കൂറൊക്കെ വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് മസാല നമ്മുടെ ചിക്കൻ പീസിലേക്കൊക്കെ പിടിച്ചു വരും. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഫൈൻ ചോപ്പിംഗ് അല്ല, പക്ഷേ സ്ലൈസ് ചെയ്തെടുക്കരുത്. സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ കറിയുടെ ഗ്രേവിക്ക് അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം സവോള. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവോളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തക്കാളിയും ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഗ്രേവി റെഡിയാക്കാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെജിറ്റബിൾ ഓയിലിൽ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഈ കറി. പക്ഷെ കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ സവോളയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ആദ്യമേ ചേർത്ത് കൊടുക്കുക. ഒരു 3-3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് ആദ്യം നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ സവോള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്നു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ സവോള ചേർത്ത് കൊടുക്കുന്നത്. സവോള ചേർക്കുമ്പോൾ കുറേ ഉണ്ടാവും കേട്ടോ. പക്ഷേ നമ്മൾ ഗ്രേവി ആക്കി വരുമ്പോൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും സവോള എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്, ചിക്കൻ ആവശ്യമായത്. ഇനി ഇതിലേക്ക് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് കളർ മാറി വരുന്നത് വരെ ഇനി ഇളക്കിക്കൊണ്ടിരിക്കുക. വേറെ പരിപാടിയൊന്നുമില്ല. സവോളയുടെ കളറൊന്ന് നന്നായിട്ട് മാറി വരണം. അപ്പോഴേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. സവോള ഒന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ വേഗം കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ബ്രൗൺ ഷെയ്ഡായി തുടങ്ങുന്നേ ഉള്ളൂ. ഇത്രയും ആകുമ്പോൾ തന്നെ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. 1 കിലോ ചിക്കനാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചിക്കനിൽ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എരിവിനായിട്ട് വേറെ ഒന്നും വരുന്നില്ലല്ലോ. അതുകൊണ്ട് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടിയോ ചിക്കൻ മസാലപ്പൊടിയോ ചേർക്കാം കേട്ടോ.
ഞാനിപ്പോൾ ഗരം മസാലപ്പൊടി ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ പൊടികൾ കുക്കായി കിട്ടും. അത്യാവശ്യം എണ്ണ ഉണ്ടാവണം കേട്ടോ പൊടികൾ ചേർക്കുമ്പോൾ. പൊടികൾ കുക്കാവാനുള്ള എണ്ണ ഉണ്ടാവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണ കുറവാണെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഓപ്ഷൻ ഉണ്ട് തക്കാളി ചേർക്കുന്നതിന്. തക്കാളി അരച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ അരച്ച് ചേർക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം എഗ് റോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അരച്ച് ചേർത്തില്ലേ, അതുപോലെ തക്കാളിയും ഒരു ചെറിയ പീസ് ബീട്രൂട്ടും ചേർത്ത് അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു കളർ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ഇതുപോലെ ചേർത്തിട്ട് കുറച്ച് ഫുഡ് കളർ ചേർക്കാം, അപ്പോഴും നല്ല ഭംഗിയുള്ളൊരു കളർ കിട്ടും. റെഡ് ഫുഡ് കളർ ചേർക്കാം, ഓറഞ്ച് ഫുഡ് കളർ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് കളറിൽ, റെഡിനോട് അടുത്ത് നിൽക്കുന്ന ഏത് കളറിലെ ഫുഡ് കളറാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് കളർ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബീട്രൂട്ട് അരച്ച് ചേർക്കുന്നതിന് പകരം ഫുഡ് കളറാണ് ചേർക്കാൻ പോകുന്നത്. ഫുഡ് കളർ ചേർക്കുന്നത് ഇപ്പോഴല്ല കേട്ടോ, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി ഒന്ന് കുക്കായി വരാനായിട്ട് ഒന്ന് എല്ലാം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്, നിങ്ങൾ ബീട്രൂട്ട് അരച്ച് ചേർക്കുകയാണെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ ഒന്നും വരില്ല കേട്ടോ. ഇത്രയുള്ള ഒരു പീസ്, ചെറിയൊരു പീസ് ബീട്രൂട്ട് അരച്ച് ചേർക്കുക. അത് നമ്മൾ മുട്ട റോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ അരച്ച് ചേർക്കുന്നതെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇതൊന്നും പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി പറയാനില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ചേർക്കാം. ഒരുപാടായി പോകണ്ട. പിന്നെ നമ്മൾ വല്ലപ്പോഴും ഫുഡ് കളർ ചേർത്തിട്ടുള്ള ഫുഡ് കഴിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നും നമ്മൾ വീട്ടിൽ ഫുഡ് കളറൊന്നും ചേർത്തിട്ട് ഉണ്ടാക്കുന്നില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ഒരു ഭംഗി ഉണ്ടാവാനും വീഡിയോ കാണാൻ ഭംഗി ഉണ്ടാവാനും എല്ലാമായിട്ടാണ് ഈ ഒരു ഫുഡ് കളർ ചേർക്കുന്നത്. ഇത് നാച്ചുറൽ പെർമിറ്റഡ് ഫുഡ് കളറാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് അരച്ച് ചേർത്തിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, ഫുഡ് കളർ ചേർത്തിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിൽ തേങ്ങ ഇല്ല കേട്ടോ, പ്രത്യേകം പറയാം. തേങ്ങ ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പി ചെയ്യുന്നത്. തേങ്ങ ചേർത്തിട്ട് ചെയ്യുന്ന റെസിപ്പികളുണ്ട്. ഇതെല്ലാവർക്കും ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങ ചേർക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 4-5 മിനിറ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരണം. ചിക്കനിൽ നിന്ന് ആദ്യം വെള്ളം ഇറങ്ങാനായിട്ട് നമ്മൾ അടച്ചു വെക്കേണ്ട. ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ആദ്യം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക, നമുക്ക് ഇളക്കാൻ എളുപ്പത്തിനായിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി അടുത്ത സൈഡിലേക്ക് തിരിച്ച് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ ചൂടായി വരണം. ഇത് പിന്നെ വേഗം കുക്കാവട്ടെ, നല്ല സോഫ്റ്റ് ചിക്കനാണ്, അതുകൊണ്ട് തന്നെ വേഗം കുക്കായി കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ തന്നെ ചിക്കൻ സോഫ്റ്റ് ആയി തുടങ്ങുന്നുണ്ട്. നമ്മൾ തൈര് ചേർത്ത് വയ്ക്കുമ്പോൾ എപ്പോഴും ചിക്കൻ സോഫ്റ്റ് ആയിരിക്കും. അത് പ്രത്യേകം അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ചിക്കനിൽ തൈര് ചേർക്കുന്നതാണ്. അതാണ് കൂടുതൽ ടേസ്റ്റും ഉണ്ടാവുക, നന്നായിട്ട് സോഫ്റ്റായും കിട്ടുക. ലെമൺ ജ്യൂസ് ആകുമ്പോൾ പുളി കൂടുതലായിരിക്കും. ഈ സൈഡിൽ നിന്നൊക്കെ തിളച്ച് തുടങ്ങുന്നുണ്ട് കണ്ടോ. നമ്മളിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ സൈഡിൽ നിന്നൊക്കെ തിള വന്ന് തുടങ്ങും. ഒരുപാട് ഓവറായിട്ട് കളർ ഉണ്ടാവില്ല കേട്ടോ. ഞാനിപ്പോൾ ഓറഞ്ച് റെഡ് കളർ ചേർത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഓവറായിട്ട് കളർ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിൽ ചേർക്കുന്ന ആ റെഡ് കളറാണെങ്കിൽ മാത്രം നല്ല കളർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ മാത്രം ആ ഒരു കളർ ചേർത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ചിക്കൻ ചേർത്ത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആവാറായി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ആ വെള്ളവും കൂടി ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഉപ്പൊക്കെ കുറവായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചിക്കനൊക്കെ കുക്കായി കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കാം. ഇപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് വീണ്ടും ചൂടാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ വെള്ളം ചേർന്നിട്ട്. അതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഒരുപാട് വെള്ളം ആയി പോവുകയും ചെയ്യരുത് കേട്ടോ. ഒരു 1/2 കപ്പിൽ കൂടുതൽ വെള്ളം ചേർക്കരുത്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റ് എടുക്കും ഈ ചിക്കൻ കുക്കായി കംപ്ലീറ്റ് ആയി റെഡിയായി വരാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, ലോ ഫ്ലെയിമിൽ വയ്ക്കുക.
അങ്ങനെ 15 മിനിറ്റ് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ കുക്കായി വരട്ടെ, ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കും. നമ്മുടെ ചിക്കൻ കറി ഇതാ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറിയായിട്ട് മതി, റോസ്റ്റായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചൂടൊന്ന് കുറഞ്ഞിട്ട് സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിയിലല്ല ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്, ഞാൻ ഈ രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് വറ്റി ചിക്കനിലേക്ക് മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലായിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഗ്രേവി ആയിട്ട് തന്നെ ഇരിക്കും. ഇനി വറ്റി വരട്ടെ. അപ്പോൾ വേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ഗരം മസാലപ്പൊടിയൊക്കെ അടുപ്പിച്ച് വെച്ചോളൂ. എല്ലാം റെഡി ആയി വരുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിലെ ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് കണ്ടോ, ചിക്കനിലേക്ക് പൊതിഞ്ഞ് വരുന്ന രീതിയിൽ മസാല ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഗ്രേവി വറ്റി പോവുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ഗരം മസാലപ്പൊടി ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മതി. പിന്നെ കുറച്ച് മല്ലിയില. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയാണോ ചപ്പാത്തിയുടെ കൂടെയാണോ ചോറിൻ്റെ കൂടെയാണോ ഏറ്റവും ഇഷ്ടമായതൊന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ കണ്ടോ, പാകത്തിന് ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ സവോള അരിഞ്ഞാൽ ഇതുപോലെ തന്നെയുള്ള ഗ്രേവി കിട്ടുള്ളൂ കേട്ടോ. സവോള കട്ട് ചെയ്യുന്നതിൽ ഓരോന്നിനും ഓരോ രീതിയുണ്ട്. അപ്പോൾ ഈ ഗ്രേവി ഇതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇത്രയും സവോള തന്നെ എടുക്കുക. കൂടുതൽ സവോള എടുത്താലേ ഇത്രയും ഗ്രേവി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.